മുത്താള എന്നൊരു വിഷയമായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ സമാധിയൊക്കെ കഴിഞ്ഞു, പുതിയ ഒരു സംഗതി വന്നിട്ടുണ്ട്. എവിടെ എങ്ങനെയാണെന്നുള്ളത് കറക്റ്റൊന്നും എനിക്കറിയില്ല. പക്ഷേ സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ട സമയത്ത് ഇങ്ങനെ നോക്കിയപ്പോൾ കിട്ടിയൊരു വിഷയമാണ്. എന്താ ചെയ്യുക ഇങ്ങനെയൊക്കെ ആയാൽ. മിഹ്റാബിൽ നിന്നുള്ള കളി, പള്ളീൻ്റെ ഔത്തപ്പള്ളിയാണെന്നുള്ളൊരു ചിന്തയില്ലാതെ സംഘടനൻ്റെ പേര് പറഞ്ഞിട്ട് തമ്മിലടിക്കുക. ഒരു മിഹ്റാബിൽ 2 ഖത്തീബുമാർ, ഒരു മിഹ്റാബിൽ 2 ഖത്തീബുമാർ. ഇത് എന്താ വിഷയം എന്നറിയില്ല. പക്ഷേ കോമ നമ്മളെ കോമ തന്നെ. പക്ഷേ ഇതിൻ്റെ കാരണങ്ങളും വിഷയങ്ങളൊന്നും ഇതുവരെ സോഷ്യൽ മീഡിയയിലൊന്നും ആരും കാണിച്ചതായിട്ടും പറഞ്ഞതായിട്ട് കണ്ടില്ല. പക്ഷേ ഈ സമുദായത്തിൻ്റെ പൂക്കം അങ്ങോട്ടൊന്നും അറിയില്ല കേട്ടോ. സംഘടനയുടെ തലയിൽ കയറിയിട്ട് ഏത് ടീമാണെന്നറിയില്ല. ഫേസ്ബുക്കിലൊക്കെ കണ്ടതെന്ന് വെച്ചാൽ പിന്നെ ഈ സമസ്തൻ്റെ 2 പോസ്റ്റ് കണ്ടു. ഒന്നെന്താ ഫൗണ്ടേഷനും ഒന്ന് സജറിയ എന്നൊക്കെയാണ് അതിൽ കണ്ടത്. പക്ഷെ എൻ്റെ സത്യാവസ്ഥ എനിക്ക് അറിയില്ല കേട്ടോ. അങ്ങനെ കണ്ടത് വായിച്ചാണ്. അപ്പോൾ അതൊന്ന് കാണാൻ, എന്നിട്ട് ബാക്കി ഒന്ന് നോക്കാം. ഓക്കെ. അപ്പോൾ നമ്മൾ സാധാരണക്കാരൊരു വിശദീകരണം കൊടുക്കാൻ വേണ്ടി നല്ലത് അത് ഇതിൻ്റെ മൂല്യക്കന്മാരന്നെ വിശദീകരണം കൊടുക്കുന്നുണ്ട്. അത് നമുക്കൊന്ന് കണ്ടോക്കാം. ഒരു മുത്താലിയും ഒരു കൊല്ലത്തിന് മൂല്യമാണ് തോന്നുന്നുണ്ട്. അപ്പോൾ ആളെ വിശദീകരണം നമുക്ക് നോക്കാം. ഇവിടെ എന്തൊക്കെയാ നടക്കണേ? ഖിയാമത്ത് നാളിന്റെ അടയാളങ്ങളിൽ എണ്ണുന്നുണ്ട്. പള്ളികളിൽ നിന്ന് ശബ്ദ കോലാഹലങ്ങൾ ഉയരുക എന്നത് പാർട്ടിയുടെ പേരിൽ, പ്രസ്ഥാനത്തിന്റെ പേരിൽ, ഗ്രൂപ്പുകളുടെ പേരിൽ, കമ്മിറ്റിയുടെ പേരിൽ, കുടുംബമയത്തിന്റെ പേരിൽ, ഒന്നുമല്ല എങ്കിൽ ഉസ്താദുമാരുടെ ഫാൾട്ടിന്റെ പേരിൽ പള്ളിക്കുള്ളിൽ വെച്ച് കച്ചറ കൂടുക എന്ന് പറയുന്നത് എത്രത്തോളം മോശകരമായ ഒരു കാര്യമാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഒരു നാട്ടിൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെടുന്നത് അവന്റെ ഭവനമായ പള്ളികളാണ്. ഈ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്ന ഈ ഭവനത്തിൽ വെച്ച് അള്ളാഹുവിന്റെ അടിമകളായ നമ്മൾ തന്നെ കൊമ്പ് കോർക്കുക എന്നത് എത്രത്തോളം നീചമായതാണിത്. ഒരു വിശ്വാസിക്ക് പള്ളിയുമായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത് വളരെ അഭേദ്യമായ ബന്ധമാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അർശിന്റെ തണൽ ലഭിക്കുന്ന വിഭാഗത്തെ എണ്ണുമ്പോൾ കൂട്ടത്തിൽ എണ്ണിയൊരു കൂട്ടരുണ്ട്. മുഴു സമയവും പള്ളിയുമായിട്ട് ഹൃദയം കണക്റ്റഡ് ആയ ആളുകൾ. പള്ളിയുമായിട്ട് കണക്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ പള്ളിയുടെ ആദരവും ബഹുമാനവും എല്ലാം കീപ്പ് ചെയ്ത് അവിടെ നിസ്കരിക്കുന്നു, മറ്റു കാര്യങ്ങൾ ചെയ്യുന്നു, അതിനുവേണ്ടി സേവനം ചെയ്യുന്നു, അവിടെ നിന്ന് ശബ്ദങ്ങൾ ഉയർത്താതിരിക്കുന്നു. ഇതല്ലേ യഥാർത്ഥത്തിൽ കണക്റ്റഡ് ആയ ആള്. ക്ഷമിക്കലും സഹിക്കലുമാണ് ഈ മൂലര് പറഞ്ഞതിൽ ഒക്കെ ഓക്കെയാണ്. പക്ഷെ മൂലയന്മാരെ വിഷയത്തിന് വേണ്ടിയിട്ട് പള്ളിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുതെന്നാണ് പറഞ്ഞത്. ആ മിഹ്റാബിൽ 2 മൂലയന്മാരാണ്. ഈ 2 മൂലയന്മാർക്ക് അതിൻ്റെതായ ഫത്വ മനസ്സിലാക്കണമെങ്കിൽ ഒരാൾക്കെന്നെ ഇറങ്ങിപ്പോയിക്കൂടെ. പ്രശ്നം വേണ്ട, ഇവിടെ പ്രശ്നങ്ങളൊന്നും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മൂലർക്ക് അതിൻ്റെ ഇറങ്ങി പോരാലോ. കാരണം മൂലയന്മാർ പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കുകയാണ്. അത് ഇതിനൊക്കെ ബാക്കിൽ അവരെന്നെ ആയിരിക്കും. കാരണം വെച്ചാൽ അവർ ആ ഒരു പ്രശ്നം പരിഹരിക്കണമെങ്കിൽ ആ മൂലയന്മാരെ വിഷയം അല്ലെ എന്തെങ്കിലും ആവട്ടെ, അവരെങ്ങനെ പിന്തിരിയണമെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. കാരണം വെച്ചാൽ അവരതിൻ്റെ ബാക്കിൽ കളിച്ചുകൊണ്ട്. കാരണം വെച്ചാൽ ആ മിഹ്റാബ് നിന്നുകൊണ്ട് ഒരാളെ ബാക്കിൽ നിന്ന് കുത്തുപോതെ മുന്നിൽ നിന്നാണ്ട് ബാരുടെ കുത്തുമ്പോൾ ആലോചിച്ചു പിന്നെ ബാക്കിലുള്ള ആൾക്കാർ ഇറങ്ങിപ്പോയിക്കൂടെ. അല്ലെങ്കിൽ ഈ കയറി നിൽക്കണേ മുന്നിലുള്ള ആൾക്ക് ഇറങ്ങിപ്പോടെ. എല്ലാവരും ഈ വിഷയത്തിൽ കണക്കാണ്. ഈ മിഹ്റാബ് കയറിക്കണ മൂലയന്മാർ ആ പിന്നെ ഹാളിൽ പള്ളിൻ്റെ അകത്ത് നിന്ന് പ്രശ്നം ഉണ്ടാക്കണകാട്ടി മലമ്പല്ലേ ഈ മിഹ്റാബ് മെമ്പർമ കയറിക്കാണ്ട് കുത്തുപോകുന്ന ആ 2 മൂലയക്കന്മാർ. ഒരെ പറ്റി പോലും പറയണില്ല, ഈ മൂലരും പറയണില്ല. കാരണം ആ മിമ്പർമ കയറിക്കാണ്ട് 2 പേരും കുത്തുപോകുന്നുണ്ട്. കുത്തുപോകുമ്പോൾ എന്ന് വെച്ചാൽ ഒരാൾക്കണ്ട് ഇറങ്ങിപ്പോയിക്കൂടെ. നല്ല വിവരമുള്ള ആൾക്കാർ അവരല്ലേ. അവർ ഈ സാധാരണക്കാരുടെ അടിയിൽ ഒരു ഫിത്തന ഉണ്ടാക്കാൻ നിൽക്കണ ആവശ്യമുണ്ടോ? അവർക്ക് തന്നെ ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ വിഷയം കഴിയൂലേ. ഇത് 2 ആളും വാശിപ്പുറത്ത് ഇരിക്കുകയാണ്. എന്താ ചെയ്യുക ഇങ്ങനൊക്കെ ആയി കഴിഞ്ഞാൽ? ഇതാണ് ഇതിൻ്റെ അവസ്ഥ.